ഇത് ആവോലി മീനാണ്, നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം ആവോലി മീൻ. പിന്നെ പച്ചമുളക് ചതച്ചത്, ചെറിയ ഉള്ളി ചതച്ചത്, ചെറിയ ഉള്ളിയും 2 കഷ്ണം ചെറിയ വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, പിന്നെ ഇഞ്ചി, ഇത് മുളക് പൊടി, ഇത് മല്ലിപ്പൊടി, ഇത് ഉലുവായി, ഇത് മഞ്ഞൾപ്പൊടി, ഇത് കരിവേപ്പില. നോക്കാം, ഇത്രയും കാര്യം വേണം നമുക്ക് മീൻ വയ്ക്കാൻ. ഇനിയിപ്പോൾ ഞാൻ പതുക്കെ തുടങ്ങാൻ പോവാം, സ്റ്റാർട്ട് ചെയ്യാൻ പോവാം കേട്ടോ. മീൻ ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകാം. നോക്കൂ, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കടുകിടാം കേട്ടോ. കടുകും ഉലുവയും ഇടാം. വെളിച്ചെണ്ണ കുറച്ചുകൂടെ ഒന്ന് ചൂടായിക്കോട്ടെ. ഇത്രയേ ഉലുവ, ഉലുവ ഇടാം കുറച്ച്. സ്പൂണൊന്നും വേണ്ട, കൈ കൊണ്ട് വയ്ക്കണം. കടുക് അതൊന്ന് പൊട്ടി തട്ടെ നല്ലതായിട്ട്. ഇനി ഇഞ്ചി ഇട്ടു. പച്ചമുളക്, ചെറിയ ഉള്ളി, ഇനി ഒന്ന് മൂട്ടിയാട്ടെ. ഇച്ചിരി പുളിടുക കേട്ടോ. എൻ്റെ മൂത്ത് കഴിഞ്ഞു, മൂത്തോളൂ. ഇല്ല ഉള്ളി എല്ലാം മൂത്തി. കരിവേപ്പില കുറേ കൂടെ ഇടാൻ പോവാം. കരിവേപ്പിലയ്ക്ക് യാതൊരു ക്ഷാമവുമില്ല. അപ്പം നമുക്കിനി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. മഞ്ഞൾപ്പൊടി കേട്ടോ, മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടിയുടെ ആ കുത്തലൊക്കെ മാറണം. ഫസ്റ്റ് ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ വറക്കുമ്പോൾ നല്ല ആ മഞ്ഞൾപ്പൊടിയുടെ ഒരുമാതിരി ഇത് വരും. അപ്പോൾ പച്ച മണമൊക്കെ വരില്ല. അപ്പോൾ അതൊക്കെ ഇത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വറക്കുന്നത് നല്ലതാണ്. മഞ്ഞൾപ്പൊടി ഫസ്റ്റ്. നമുക്ക് മല്ലിപ്പൊടി ഇടാം. കുറച്ച് നമ്മൾ എന്താ കുടംപുളി ഇട്ട് കേട്ടോ. ഇത്രയും കുടംപുളി വേണ്ട. അതൊന്ന് നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് ചൂടാക്കിയിട്ട് ആ വെള്ളവും വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ പുളി ഒന്ന് ശരിക്കൊന്ന് കഴുകിയിട്ട് അങ്ങനെ ഇടുകയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും. വെള്ളം ചിലർ വെള്ളം ഒഴിക്കുന്നവരുണ്ട്, പുളി വേവിച്ചിട്ട്. ഇതിപ്പം ഞാൻ ഇങ്ങനെ ഒഴിക്കാമെന്നേ, ഇങ്ങനെ കഴുകിയിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് അങ്ങ് ഇടും, പീസായിട്ട് അങ്ങ് ഇടും. അങ്ങനെ ഇട്ടാലും മതി. ഈ മുളകിടാം കേട്ടോ. മുളക് ഇതാ മുളക് പൊടി ഇത്ര ഇട്ട് കേട്ടോ. ഇതാ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും കേട്ടോ, ഒരു ശക്കല. ഇരുന്ന് നല്ലതായിട്ട് വരട്ടെ.
നമ്മളിതൊന്ന് മൂത്ത് മുളകും മല്ലിപ്പൊടിയും ഇതെല്ലാം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉലുവ ആദ്യമേളൊക്കെ ഉലുവ കടുവൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ശരിക്കും ഇതെല്ലാം നമ്മളിട്ട മസാലയെല്ലാം മൂത്തിട്ടുണ്ട്, നല്ല മൂത്ത്. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്നത് രണ്ടാം പാൽ ഒഴിച്ച് പീസസ് എല്ലാം പെറുക്കിയിടും. നമ്മൾ ചൂടാണ് കഴിക്കുന്നത് കേട്ടോ, കുറച്ച് മസാല കരിയായിരിക്കാൻ പിന്നെ ഇതിൻ്റെ എണ്ണയൊക്കെ എണ്ണ ഇറങ്ങി നല്ല തെളിഞ്ഞ് വരും എണ്ണയെല്ലാം. ഇപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നോട്ടെ, കുറച്ച് നമ്മൾ ഒഴിക്കുന്ന എണ്ണയൊക്കെ കുറച്ച് തെളിഞ്ഞ് വന്നിട്ട് നമുക്ക് ആവശ്യമില്ല കുറച്ച് വെള്ളവും കൊടുക്കും. തേങ്ങാപ്പാലുണ്ടല്ലോ, അപ്പോൾ പിന്നെ അത് കഴിക്കും. ഇതാ നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്, കണ്ടോ മുളകൊക്കെ കണ്ടോ, തെളിഞ്ഞ് വരുന്നുണ്ട്, എണ്ണ എല്ലാം മേലെ വരുന്നുണ്ട്. ഇതാണ് ടേസ്റ്റ് വരുന്നത്. ഈ മസാല ഇതെല്ലാം കിടന്ന് ഈ എണ്ണയിൽ നമ്മുടെ ഈ ഒഴിക്കുന്ന എണ്ണ മൊത്തം തെളിഞ്ഞ് മേലെ വരണം. അപ്പോൾ ആ മീനിനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും, കാണാനും ഒരു ഭംഗിയായിരിക്കും, കളറ്. തേങ്ങാപ്പാൽ ഒഴിക്കുക കേട്ടോ, രണ്ടാം പാല് എത്ര വേണം അത്ര ഒഴിക്കും. രണ്ടാം പാൽ ഒഴിച്ച് നല്ല കളറൊക്കെ മാറിയുണ്ട്. അപ്പം നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് പുളിയും കൂടി ഇടാം. ഒരു 4 കഷ്ണം പുളി മതിയോ, ഇത്ര മതിയോ, 5 ആയിക്കോട്ടെ. കുറച്ച് പുളി കുറവായിരുന്നു, ഇച്ചിരി കൂടുതലെല്ലാം നമുക്ക് വേണമെങ്കിൽ പിന്നെ പുളി നോക്കിയിട്ട് എടുത്ത് കളയാം. കൂടുതലാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം, കൂടാൻ വഴിയില്ല. നോക്കിക്കോട്ടെ, ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ, അങ്ങനെ അങ്ങനെ ഉണ്ടെന്ന് എരിയൊക്കെ. ഉപ്പ് കുറച്ച് വേണം, ഉപ്പ് ഇതിനകത്ത് എടുത്തിടണം കുറച്ചുകൂടെ, ഇത്ര മതി. ആദ്യം കുറച്ച് ഇട്ടുള്ളായിരുന്നു, ഇത് മതിയാവും. ഇപ്പം കഷ്ണമില്ല നമുക്ക്. അപ്പം ഞാൻ പീസസ് ഇടട്ടെ, ഇട്ടേക്കാം അല്ലേ, കഷ്ണം ഇടാം. തിളക്കണ്ടേ, തിളച്ച് വരുന്നുണ്ട്, ഇട്ടേക്കാം. ഇതിങ്ങനെ തന്നെ തുറന്ന് തന്നെ കിടന്ന് വേവട്ടെ, അടക്കണ്ട. ഇത് ഒരു 10 മിനിറ്റ്, 10-15 മിനിറ്റ് വേണം. 15 ഒരു 12 മിനിറ്റ് ആയാലും മതി. 12 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പാൽ ഒഴിക്കുക, വാങ്ങുക, അത്രയേ ഉള്ളൂ, കഴിയും. സ്റ്റാർട്ട്. ഈ കുറച്ച് കരിവേപ്പിലയും കൂടുക, കുറച്ച് കരിവേപ്പിലയും ഇച്ചിരി, പിന്നെ കരിവേപ്പില ഇട്ട് കഴിഞ്ഞ് ഇത് നല്ല നമ്മൾ ഫസ്റ്റ് പാലുണ്ടല്ലോ അതിപ്പോൾ ഒഴിക്കുക കേട്ടോ. വാങ്ങാറായി, ഫസ്റ്റ് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പം വാങ്ങാം. നമ്മുടെ ഫസ്റ്റ് പാൽ ഒഴിച്ചു. ഇനി അതൊന്ന് ചുറ്റി ശകലം, ഒത്തിരി ഒരുപാട് തിളയ്ക്കണ്ട, ഒന്ന് ചൂടാവട്ടെ. ഈ സൈഡിൽ കൂടെ ഒന്ന്, സെൻറ്ററിലൊക്കെ ഒന്ന്, സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് വെച്ചാൽ ഒരു തിള വന്നാൽ മതി. ഒരുപാട് ഇനിയിപ്പം നമ്മൾ അടുപ്പിൽ വയ്ക്കില്ല, ഇത് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ്.
ഓ മതി, ഇത്രയും മതി, ഇത്രയും മതി. നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ, ശക്കലം വെച്ച വെളിച്ചെണ്ണ. നമ്മുടെ മീൻ കറി റെഡിയാണ്. വാങ്ങാൻ പോകും. ഇതാ ഭയങ്കര റെഡിയായി കേട്ടോ. ഇതാ നിങ്ങളെ കണ്ടല്ലോ മീൻ കറി. ഇതാ ചട്ടിയിലെ കളറൊക്കെ കേട്ടോ, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിച്ചിട്ട് നോക്കാം. സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. അപ്പോൾ ഇനി ഇതിരുന്ന് കുറുകും, കുറച്ചുകൂടെ ഇരുന്ന് കുറുകുമ്പോൾ നല്ലതായിരിക്കും. ഇതാ കഴിയും, ഓഫ് ചെയ്യും.